അങ്ങനെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സംഭവം കുറച്ച് ഞാൻ കഴിച്ചായിരുന്നു, എന്നാലും സംഭവം കൊള്ളാം. എന്നാലും ഒന്ന് കഴിച്ചു ചൂട് കൂട്ടില്ല, പക്ഷേ ഇത് ചൂടോടുകൂടി തന്നെ തിന്നാം. ഒന്നും പറയാനുള്ള കേട്ടോ, കിടിലനായിട്ട് പോകും. അപ്പോൾ എഗ്ഗ് കുൽഫി. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. പേര് തന്നെ ഒരു വെറൈറ്റിയാണ്, വയറൻസ്. അത് നമ്മുടെ ഒരു ചേട്ട കടയാണ് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ തന്നെ ആദ്യം ഞാൻ പറയാം, എന്നിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ പാലാരിവട്ടത്തുനിന്ന് തൃക്കാക്കരയിലേക്കുള്ള പൈപ്പ് ലൈൻ റോഡിൽ മരിയ പാർക്ക് കഴിയുമ്പോൾ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും വയറൻസ്. അപ്പോൾ വേണമെങ്കിൽ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ എഗ്ഗ് കുൽഫി ഇവിടെ എറണാകുളത്തില്ല, ആദ്യമായിട്ട് ഇവിടെ വന്നേക്കണമെന്ന് അറിഞ്ഞു. അപ്പോൾ നമ്മൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് നമ്മുടെ കൂടെ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നാലും അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പോകണം. അപ്പോൾ ഈ വയറൻസിലെ എഗ്ഗ് കുൽഫി കഴിക്കാനാണ് ഇന്ന് വന്നേക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ നേരിട്ട് കാണിച്ചാൽ വാ വാ ശരവണ ചേട്ടാ. ഇത് നോക്കിയേ, ഇതാണ് ഞങ്ങളുടെ വയറൻസ്. അങ്ങനെ കളിയാക്കണല്ലോ കേട്ടോ, നമ്മുടെ ചേട്ടന്മാരാണ് ബഹുമാനത്തോടെ അല്ലേ, ബഹുമാനത്തോടെ കളിയാക്കിയത്. അപ്പോൾ എന്താണ്, ഇതാണ് നമ്മുടെ എഗ്ഗ് കുൽഫിയുടെ മെഷീൻ അല്ലേ? അതെ അതെ. ഓക്കെ. ഇവിടെ എറണാകുളത്ത് ആദ്യമായിട്ടാണ് ഞാൻ കേട്ടത്, ശരിയാണല്ലോ? അതെ, എറണാകുളത്ത് ഇത് ഒരു കടയിലും കണ്ടിട്ടില്ല. ഞാനിത് കണ്ടത് ബാംഗ്ലൂരാണ്. പിന്നെ ആ ഒരു പീസ് കാണിക്കാമോ? അതിലല്ലേ നമ്മൾ മുട്ട ഒന്ന് എടുക്കാമോ? പീസ് ഒന്ന് കാണിക്കാം, നമ്മുടെ കാണികളെ കാണിക്കാം. ഇതിലാണ് വരുന്ന എഗ്ഗ് ഒഴിക്കണം അല്ലേ? എഗ്ഗ് ഒഴിക്കണം. അത് ഇതിൻ്റെ അകത്ത് വെച്ച് ചൂടാക്കി, ഗ്യാസാണ് ചൂടായിക്കൊണ്ടിരിക്കണ മെഷീൻ. മെഷീൻ ഇത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാവും. ഓക്കെ. ആ, ഒരുമിച്ച് ഇപ്പോൾ 10 കിട്ടും അല്ലേ? 10 കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ 5-6 വെച്ചിട്ടുണ്ട്. 6 വെച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം, നിങ്ങളെ കാണിച്ചു തന്നെ, അതിന് വേണ്ടിയാണ് പറഞ്ഞത്. അതെ അതെ. അപ്പോൾ നോക്ക്. ആ, ഏതായാലും ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ല. ലൈവായിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ വാ. ശരി. അതുപോലെ മറ്റ് കടികളും ഈ കടയിലുണ്ട് കേട്ടോ. കുൽഫി മാത്രമല്ല, എല്ലാ രീതിയിലുള്ള കടികളും ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്ന് ചായയും കടിയൊക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ ആ ഷെഡ് കണ്ട, ആ ഷെഡിൻ്റെ അകത്ത് രാത്രി ഇരുന്ന് ഫോട്ടോ എടുത്താൽ നല്ല അടിപൊളി മൂടാണ്. അതുപോലെ അവിടെ വേണമെങ്കിൽ ഇരുന്ന് കുൽഫി കഴിക്കാനുള്ളൊരു സെറ്റപ്പും കൂടി ഉണ്ടെന്ന് പറഞ്ഞേ. മറ്റൊരു ലിസ്റ്റ് കൂടി ഞാനൊന്ന് ഓടിച്ചിട്ടാണ് ചെന്നേക്കുന്നത്. അതേ ഇവിടെ ഫ്രഷ് ജ്യൂസ്, മൊജിറ്റോസ്, ഷേക്സ്, അവിൽ മിൽക്ക്, അങ്ങനെ ഒരു നീണ്ട നിര വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ സങ്കടപ്പെട്ട് പോകേണ്ടതില്ല. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മറ്റൊന്നുണ്ട്, ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞത്. ആ ലിസ്റ്റ് കൂടി കാണിക്കണേ. നമുക്കപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാണിച്ചു തരാൻ മുന്നേ കൂടെയുണ്ട്. മുന്നേ തുടങ്ങിയാൽ നമുക്ക് ചൂടായിട്ടുണ്ട്. ആണോ? എങ്ങനെയാണെന്ന് പറഞ്ഞേക്കണേ. ഞാനും ആദ്യമായിട്ടാണ് ഇതേ. നമ്മളിതിൽ ആദ്യം വെളിച്ചെണ്ണ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കും. ഓക്കെ. മുട്ട എടുക്കുന്നു. നമ്മൾ 2 മുട്ട വെച്ചിട്ട് ഒരെണ്ണത്തിൽ 2 വെച്ചാണ്. 2 മുട്ട. മുന്നേ ഇനി എത്ര നേരം വേണം ഇതിന്? ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ 5 മിനിറ്റിൽ റെഡിയാവും അല്ലേ? തനിയെ പൊങ്ങി വരും. പൊങ്ങി വരും. ഓക്കെ. ആഹാ. അതൊന്ന് കാണിച്ചോട്ടെ. അതേ പൊങ്ങി വന്നുണ്ട് പറഞ്ഞാൽ. അത് ഒരു 2 മിനിറ്റ് എടുക്കും അല്ലേ? നല്ലോണം പൊങ്ങി വരും അല്ലേ? അപ്പോൾ പൊങ്ങി ഏതാണ്ട് ലെവലിൽ എത്തുമ്പോഴേക്കും സ്റ്റിക്ക് വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മളെ കുൽഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി, അതേപോലെ മുളക് പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണേ. ഓക്കെ. കുരുമുളക് പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇടണം. മുളക് പൊടി ഇതിൽ പിന്നെ നമ്മൾ മസാല പൗഡർ, ഇത് നമ്മളെ മസാല പൗഡറാണ്. ഇതിന് വേണ്ടി നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇനി കെച്ചപ്പ്. വാവ്, ഇപ്പോൾ ഒരു വളമൊക്കെ വന്നു അല്ലേ? അതെ അതെ. കാണാൻ എന്നെ പോലെ സുന്ദരനായി. ഇനി കഴിക്കും. മയോണൈസാണ്.
ഓക്കെ റെഡിയാണ് കുൽഫി റെഡിയാണ്. നമ്മൾ അപ്പോൾ റെഡിയാണ് മുന്നേ അടിപൊളി എന്തായാലും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഇനി അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ നമ്മുടെ കുൽഫി റെഡിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എല്ലാവരും ഇരിക്കണേ. നമുക്ക് എന്താണ് അവസ്ഥ എന്ന് പറയട്ടെ. ചേട്ടൻ ചേട്ടാ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ അല്ലേ? കഴിച്ചോ കഴിച്ചോ. എങ്ങനെയുണ്ട് സിബി? ടിഷ്യൂ പേപ്പർ എടുക്ക്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ, എന്നെ മറക്കരുത്. ആ എടാ എങ്ങനെയുണ്ടോ അതിനെ കൂടെ? അടിപൊളി. വിഷ്ണുവിനോട് പിന്നെ ചോദിക്കണ്ട അല്ലേ? ശരണം ചേട്ടൻ്റെ മോനാണ്, ഓണറാണ്, അവൻ കഴിച്ചോട്ടെ അല്ലേ? നമുക്ക് ബാക്കിയുള്ളവർ. സാംസൺ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ശരവണൻ ചേട്ടാ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ അടിപൊളി. എന്തായാലും ശരവണൻ ചേട്ടൻ ഇങ്ങനെ ഒരു ഐറ്റം നമ്മുടെ എറണാകുളത്ത് ഇറക്കിക്കൊണ്ട് ഞങ്ങൾക്കും കഴിക്കാൻ പറ്റുന്നത് നിങ്ങൾക്കും കഴിക്കാം അല്ലേ? അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതറിയില്ല, അത് കുഴപ്പമില്ല. അതെ അതെ. അങ്ങനെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സംഭവം കുറച്ച് ഞാൻ കഴിച്ചായിരുന്നു, എന്നാലും സംഭവം കൊള്ളാം. എന്നാലും ഒന്ന് കഴിച്ചു. ചൂട് കൂടുതലാണ്, പക്ഷേ ഇത് ചൂടോടുകൂടി തന്നെ തിന്നാം. ഒന്നും പറയാനുള്ള കിടിലനായിട്ട് പോകും. അപ്പോൾ എഗ്ഗ് കുൽഫി മറക്കണ്ട, സ്ഥലമൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ശരവണൻ ചേട്ടാ വളരെ സന്തോഷം, അടിപൊളിയായിട്ട് കേട്ടോ. നമ്മുടെ ടൈമിംഗ് കൂടി പറഞ്ഞേക്കാം. കട രാവിലെ 8 മണി തൊട്ട് രാവിലെ 8 മണി രാത്രി 10 മണി വരെ. 10 മണി വരെ ഉണ്ട്. ഞായറാഴ്ച ഇല്ല, മുടക്കാണ്. അപ്പോൾ മൺഡേ ടു സാറ്റർഡേ 8 to 10 വരെ ഉണ്ട്. പിന്നെ ഇതിന് ഒരെണ്ണത്തിന് ഒരു പീസിന് എത്ര തന്നെ? 50 അല്ലേ? 50 രൂപയാണ്. മുട്ടയാണ് ഇത് കഴിക്കാനുണ്ട് കേട്ടോ. സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം എന്നെ ചീത്ത വിളിച്ചോ കമൻറ്റ് ബോക്സിൽ. ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യണം അല്ലേ വിനോദേട്ടാ? അത്രേ ഉള്ളൂ. അല്ലേടാ ഞാൻ കഴിച്ചു നോക്കി. ഇനി വിനോദേട്ടാ പിടിച്ചോ. അപ്പോൾ എന്തായാലും സന്തോഷം അല്ലേ? ഒന്ന് കഴിച്ചു നോക്കി, ഒന്ന് അതും കൂടി പറഞ്ഞേക്കട്ടെ. എടുത്തോ, എങ്ങനെയാണ് എടുത്തോ. ഇതും കൂടി ചേർത്ത് പിടിച്ചേ കിട്ടോ. ഞാൻ 2 പ്രാവശ്യം കഴിച്ചതാണ്. കഴിച്ചാണ് ജോർജിന് വേണ്ടി സെലിബ്രിറ്റീസ് ഓണിന് വേണ്ടിയിട്ട്. അതെ അതെ അതെ. എങ്ങനെയുണ്ട്? കിടിലോൽ കിടിലൻ. ചേട്ടനും കൂടി കൊടുത്താൽ ചേട്ടനാണ് കഴിച്ചത്. അതിന് വേണ്ടിയാണല്ലോ വിളിച്ച് വരുത്തിയത് നമ്മൾ. ആ സോസൊക്കെ ചേർത്തൊരു പിടുത്താണ് പിടിച്ചോ. അതെ, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? സത്യാവസ്ഥ അങ്ങോട്ട് പറഞ്ഞേ. സൂപ്പർ. ഓക്കെ, ശരവണൻ ചേട്ടനെ പോലെ തന്നെ സൂപ്പർ. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത്. അതെ അതെ, മിസ് ചെയ്യുന്ന സാധനം നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണ്. സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാം. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ കൊടുത്തിട്ട് എല്ലാവരും കൂടി.